ഇവിടെ ബോഡി അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡികൾ, ഇവിടെ കിട്ടിയ ബോഡികൾ പിന്നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മളത് ഇവിടെ ഫ്രീസറിൽ വാങ്ങി വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അത് കാണിച്ചു കൊടുക്കും. ചിലത് ബോഡി ഫേസ് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കും. ഫ്രീസറിൽ നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും. തുറന്നിട്ട് കാണിച്ചു കൊടുക്കും. ഐഡന്റിഫൈ ചെയ്താന്നുണ്ടെങ്കിൽ അത് റെക്കോർഡൊക്കെ ചെയ്തിട്ട് പിന്നെ വിട്ടുകൊടുക്കേണ്ടത് അതിന്റെ പേപ്പറുകളൊക്കെ ശരിയാക്കിയതിനു ശേഷം വിട്ടുകൊടുക്കും. ഈ പലതും ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അറിയാൻ കഴിയാത്ത കുറെ ബോഡികളുണ്ട്. അതിന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറെ പാർട്സുകളുണ്ട്, ബോഡി പാർട്സുകളാണ്. അതാരതാന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ അതൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ചാലിയാർപ്പുഴയിൽ നിന്നൊക്കെ കിട്ടിയ ഭാഗങ്ങൾ പല പല ഭാഗങ്ങളാണ്. ചാലിയാർപ്പുഴയിൽ നിന്ന് കിട്ടിയതൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. നിലമ്പൂരിൽ നിന്ന് ആ ഭാഗത്തു നിന്ന് വന്നതൊക്കെ വേറെ സ്ഥലത്താണ്. പോസ്റ്റ്മോർട്ടം വേറെ സ്ഥലത്താണ്. ആ ബോഡികളൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇത് ഇവിടെ പിന്നെ നമ്മുടെ ചൂരൽമലയിൽ നിന്നും പിന്നെ മുണ്ടക്കയത്തു നിന്നൊക്കെ കിട്ടിയ ബോഡികളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അതും ഈ രക്ഷാപ്രവർത്തകരും പറയാറുണ്ട് പല പല ശരീരഭാഗങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്. അത് ആരുടേതാണെന്ന് തിരിച്ചറിയാൻ ഇല്ല, പറ്റുന്നില്ല. ശരീരഭാഗങ്ങൾ മാത്രമാകുമ്പോൾ പറ്റില്ല. പിന്നീട് DNA ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടാണ് തിരിച്ചറിയാന്നാ പറയുന്നത്. എന്തായാലും തൽക്കാലം കുറച്ച് നാൾ ഇവിടെ തന്നെ സൂക്ഷിക്കാനാണ് സർക്കാരിന്റെ പദ്ധതി എന്ന് തോന്നുന്നു അല്ലേ? ഈ മൊബൈൽ ഫ്രീസറുകൾ മൊബൈൽ ഫ്രീസറുകളുണ്ട്. കൂടുതൽ ദിവസമൊന്നും വെക്കലുണ്ടാവില്ല. പിന്നെ പാർട്സുകളൊക്കെ ചിലപ്പം പിന്നെ DNA ടെസ്റ്റ് നടത്തിയതിന് ശേഷം അത് പിന്നെ ബോഡി ക്രിമേറ്റ് ചെയ്യായിരിക്കും ഉണ്ടാവുക, മറവ് ചെയ്യായിരിക്കും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ വേറെ പ്രശ്നമുണ്ട്. ഈ ചിലപ്പോൾ ഒരു വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ ആളുകൾ പൂർണ്ണമായിട്ടും മരിച്ചാൽ അവിടെ നിന്ന് തിരഞ്ഞു വരാൻ ഉറ്റവർ പോലും ഇല്ലാത്ത അങ്ങനത്തെ കുറെ കേസുകൾ ഉണ്ടാവും. ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും പോയി കഴിഞ്ഞാൽ കിട്ടിയത് ആരാണെന്നുള്ള പോലും അറിയാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അങ്ങനത്തെ പിന്നെ മറ്റു ബന്ധുക്കളോ അല്ലെങ്കിൽ അതുപോലുള്ള അടുത്ത അയൽവാസികളോ ആരെങ്കിലും ഒക്കെ വന്നിട്ടായിരിക്കും പിന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത്. വലിയൊരു രോഗഭീതിയും ഉണ്ട് ഇവിടങ്ങളിലൊക്കെ അല്ലെ? ഈ മൃതശരീരങ്ങൾ ദിവസങ്ങൾക്ക് ശേഷം അഴുകിയ അത് ഇവിടെ മോർച്ചറിന്റെ ഈ ഭാഗത്തൊന്നുമില്ല, വരുന്നില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡിയൊക്കെയാണ് പാക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ചെറിയ ആളുകൾ സങ്കടകരമായ ഒരു കാഴ്ചയാണല്ലേ ഈ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ബോഡി ഇവിടെ വന്ന് തിരിച്ചറിയുക, അത് ഏറ്റുവാങ്ങുക. അത് ഓരോന്നും നോക്കിയിട്ട് അതല്ല എന്ന് പറയുന്നതും ആണെന്ന് പറയുന്നതും ഒക്കെ പലതും ഇതൊക്കെ കണ്ടു നിൽക്കാൻ കാണിച്ചു കൊടുക്കണം. പലതും പിന്നെ ശരിക്കും മുഖമൊക്കെ ഡിഫേസ് ആയിട്ടുണ്ടാവും, ശരിക്കും ഇതായിട്ടുണ്ട്. എന്നാലും നമ്മൾ കാണിച്ചു കൊടുക്കണം.